ഹായ് എവ്രി വൺ. ഇലക്ട്രീഷ്യൻ സെക്കൻഡ് ഇയേഴ്സിൻ്റെ തിയറി പേപ്പറിലെ കൺട്രോൾ പാനൽ വയറിംഗ് എന്ന മൊഡ്യൂളിൽ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് ഫോർ 3-phase മോട്ടോഴ്സ് എന്ന ടോപ്പിക്കാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൺട്രോൾ പാനൽ വയറിങ്ങിൽ കൺട്രോൾ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, വയറിംഗ് ആക്സസറീസ് ഏതൊക്കെയാണ് എന്നുള്ളതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു 3-phase മോട്ടർ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ട്സ് എന്തൊക്കെയാണ് കൺട്രോൾ പാനലിനകത്ത് വരുന്നത് എന്നുള്ള കാര്യങ്ങളാണ്, വർക്കിംഗ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് മെയിനായിട്ടും കൺട്രോൾ ആൻഡ് പവർ ആൻഡ് കൺട്രോൾ എലമെൻറ്റ്സിനകത്ത് വരുന്നത് മോട്ടറിൻ്റെ 3-phase മോട്ടറിൻ്റെ പവർ ആൻഡ് കൺട്രോൾ സർക്യൂട്ടിനകത്ത് വരുന്നത് സ്റ്റാർട്ടറാണ്. മോട്ടർ സ്റ്റാർട്ട് ചെയ്യാനുള്ള സ്റ്റാർട്ടറാണ് നമ്മൾ കൺട്രോൾ പാനലിനകത്ത് വയർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് നോക്കാം. ഇനീഷ്യൽ കറണ്ട് ഓഫ് 3-phase ഇൻഡക്ഷൻ മോട്ടർ ഈസ് 5 to 6 times ദ നോർമൽ കറണ്ട് വിത്ത് എ നോർമൽ സപ്ലൈ വോൾട്ടേജ്. നമ്മളൊരു മോട്ടറിലേക്ക് 3-phase ഇൻഡക്ഷൻ മോട്ടറിലേക്ക് നോർമൽ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ 230 വോൾട്ട് അല്ല 440 വോൾട്ട് എങ്ങാനും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അതിൽ ആ സമയത്ത് ഉണ്ടാവുന്ന ഇനീഷ്യൽ കറണ്ട്, ആ മോട്ടർ റൺ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇനീഷ്യൽ കറണ്ട് 5 to 6 times ദ നോർമൽ കറണ്ട് ആയിരിക്കും. അതായത് ഫുൾ ലോഡ് കറണ്ടിൻ്റെ നോർമൽ സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫുൾ ലോഡ് കറണ്ടിനേക്കാളും അതിൻ്റെ 5 to 6 times 5 മുതൽ 6 മടങ്ങ് വരെ ഇനീഷ്യൽ കറണ്ട് വരാൻ ചാൻസ് ഉണ്ട്. It will produce large line voltage drop which in turn will affect the operation of other electrical equipment connected to the same line. ഇത്രയും കറണ്ട് കൂടി വരുന്ന സമയത്ത് നോർമലി എന്ത് സംഭവിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് ലൈനിൽ കൂടുതലായിരിക്കും. അത്രയും വോൾട്ടേജ് ഡ്രോപ്പ് വന്നു കഴിഞ്ഞാൽ ആ ലൈനിൻ്റെ അറ്റത്തേക്ക് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സിൻ്റെ ഓപ്പറേഷനെല്ലാം അത് ബാധിക്കും. The initial rush of current is controlled by applying a reduced voltage to the stator winding during the starting period. അപ്പോൾ നമുക്കിതെങ്ങനെ ഈ ഇനീഷ്യൽ ഇൻറഷ് ഓഫ് കറണ്ടിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു വഴി എന്ന് പറയുന്നത് ബൈ അപ്ലൈയിങ് എ റെഡ്യൂസ്ഡ് വോൾട്ടേജ്. സ്റ്റേറ്റർ വൈൻഡിങ്ങിലേക്ക് സ്റ്റാർട്ടിംഗ് ടൈമിൽ നമ്മൾ നോർമൽ വോൾട്ടേജ് കൊടുക്കാതെ അതിനേക്കാളും വോൾട്ടേജ് കുറച്ചിട്ട് റെഡ്യൂസ്ഡ് വോൾട്ടേജ് നമ്മൾ സ്റ്റേറ്ററിലേക്ക് സപ്ലൈ ചെയ്യാം. ആൻഡ് ദെൻ ദ ഫുൾ നോർമൽ വോൾട്ടേജ് ഈസ് അപ്ലൈഡ് വെൻ ദ മോട്ടർ പിക്കപ്പ് ദ റേറ്റഡ് സ്പീഡ്. നമ്മൾ മോട്ടർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വോൾട്ടേജ് കൊടുത്തിട്ട് മോട്ടർ ഏതാണ്ട് റൺ ചെയ്ത് അതിൻ്റെ റേറ്റഡ് സ്പീഡിലേക്ക് എത്തിക്കഴിയുന്ന സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക? ഫുൾ ലോഡ് വോൾട്ടേജ് അല്ലെങ്കിൽ ഫുൾ നോർമൽ വോൾട്ടേജ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇനി ഒരു സ്റ്റാർട്ടർ മോട്ടോർ സർക്യൂട്ടിൽ ആവശ്യമായിട്ട് വരുന്നത് എന്തിനൊക്കെയാണ്? എ സ്റ്റാർട്ടർ ഈസ് റിക്വയർഡ് ഇൻ ദ മോട്ടോർ സർക്യൂട്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൻ്റെ ആവശ്യം എന്താണെന്ന് പറഞ്ഞു. ഇനി മോട്ടറിൻ്റെ സർക്യൂട്ടിനകത്ത് സ്റ്റാർട്ടർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. സ്റ്റാർട്ടർ ഈസ് റിക്വയർഡ് ഇൻ ദ മോട്ടോർ സർക്യൂട്ട് ടു സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ദ മോട്ടർ. മോട്ടർ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് പ്രൊട്ടക്ട് ദ മോട്ടർ ഫ്രം ഓവർലോഡ് കറണ്ട്സ് ആൻഡ് ലോ വോൾട്ടേജ്. മോട്ടോറിനെ ഓവർലോഡ് കറണ്ടിൽ നിന്നും ലോ വോൾട്ടേജിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും ആര് സഹായിക്കുന്നുണ്ട്? സ്റ്റാർട്ടർ സഹായിക്കുന്നുണ്ട്. ദ സ്റ്റാർട്ടർ മേ ഓൾസോ റിഡ്യൂസ് ദി അപ്ലൈഡ് വോൾട്ടേജ് ടു ദ മോട്ടർ അറ്റ് ദ ടൈം ഓഫ് സ്റ്റാർട്ടിങ്. അപ്പോൾ സ്റ്റാർട്ടിങ് ടൈമിൽ അതിൻ്റെ വോൾട്ടേജ്, അപ്ലൈഡ് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാനും ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അപ്ലൈഡ് വോൾട്ടേജ്, റെഡ്യൂസ്ഡ് വോൾട്ടേജ് നമ്മൾ മോട്ടറിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. ഇനി ടൈപ്സ് ഓഫ് സ്റ്റാർട്ടേഴ്സ്. സ്റ്റാർട്ടേഴ്സ് ഒരുപാട് തരം സ്റ്റാർട്ടേഴ്സ് ഉണ്ട്. അതിനകത്ത് നമ്മളിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയും. പിന്നെ സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറിൽ തന്നെ സെമി ഓട്ടോമാറ്റിക്കും ഫുള്ളി ഓട്ടോമാറ്റിക്കും വരുന്നുണ്ട്. ഡയറക്റ്റ് ഓൺലൈൻ എന്ന് പറയുമ്പം പ്രത്യേകിച്ചൊന്നുമില്ല, അത് ഡയറക്റ്റായിട്ട് നമ്മൾ സപ്ലൈന്ന് മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. വേറെ പ്രത്യേകിച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട്സ് ഒന്നും അതിനകത്ത് വരുന്നില്ല, ഡയറക്റ്റ് സപ്ലൈ ആണ് അതിനകത്ത് എടുക്കുന്നത്. സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ എന്ന് പറയുമ്പം ഇനീഷ്യലി നമ്മൾ സ്റ്റാറിൽ ഓപ്പറേറ്റ് ചെയ്യും. മോട്ടർ റേറ്റഡ് സ്പീഡ് പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റയിലേക്ക് ഇടും. അത് തന്നെ സെമി ഓട്ടോമാറ്റിക്കും ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക്കും ഉണ്ട്. പിന്നെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും ലാസ്റ്റ് വൺ ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും ഉണ്ട്. Except for the direct online starter, reduced voltage is applied to the stator winding of the squirrel cage induction motor at the time of starting.
പറഞ്ഞു ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ എന്ന് പറയുമ്പം ഡയറക്റ്റ് നമ്മൾ അതിൻ്റെ സപ്ലൈയിലേക്കാണ് മോട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്. അവിടെ അതിൻ്റെ ഇടയ്ക്ക് വേറെ വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യാനോ അങ്ങനെയൊന്നും പ്രത്യേകിച്ച് സർക്യൂട്ടുകളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാക്കി ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ഒഴികെ ബാക്കി എല്ലാ ടൈപ്പ് സ്റ്റാർട്ടറിലും എന്താ ചെയ്യുന്നത്? സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റാർട്ടർ വൈൻഡിങ്ങിലേക്ക് നമ്മൾ റെഡ്യൂസ്ഡ് വോൾട്ടേജാണ് അപ്ലൈ ചെയ്യുന്നത്. ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടറിൽ മാത്രം റെഡ്യൂസ്ഡ് വോൾട്ടേജ് കൊടുക്കുന്നില്ല, നോർമൽ വോൾട്ടേജ് തന്നെയാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് സെലക്ഷൻ ഓഫ് സ്റ്റാർട്ടർ. ആ സ്റ്റാർട്ടർ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്റ്സ് എന്തൊക്കെയാണെന്ന്. ദ ഫാക്ടേഴ്സ് മസ്റ്റ് ബി കൺസിഡേർഡ് വെൻ സെലക്ടിങ് ദ സ്റ്റാർട്ടിംഗ് എക്യുപ്മെൻറ്റ്. ഫസ്റ്റ് വൺ, സ്റ്റാർട്ടിംഗ് കറണ്ട്. സ്റ്റാർട്ടിംഗ് കറണ്ട് നമ്മൾ നോക്കണം. എത്ര കറണ്ട്, നമ്മുടെ ഫുൾ ലോഡ് കറണ്ട് എത്രയാണ്, അതിൻ്റെ എത്ര ടൈംസ് സ്റ്റാർട്ടിംഗ് കറണ്ട് വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിംഗ് കറണ്ട് എത്ര കണ്ട് കുറയ്ക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യണം. ദെൻ ഫുൾ ലോഡ് കറണ്ട് എത്രയാണെന്ന് നോക്കുക. വോൾട്ടേജ് റേറ്റിംഗ് ഓഫ് ദ മോട്ടറിൻ്റെ വോൾട്ടേജ് റേറ്റിംഗ് എത്രയാണെന്ന് കൺസിഡർ ചെയ്യണം. ലൈൻ വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് വരുന്നത് എത്രയാണെന്ന് നോക്കണം. സൈക്കിൾ ഓഫ് ഓപ്പറേഷൻ, ആ മോട്ടർ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആ സ്റ്റാർട്ടർ വർക്ക് ചെയ്യേണ്ടത്, സ്റ്റാർട്ടർ എത്ര ടൈമിലേക്കാണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ടൈപ്പ് ഓഫ് ലോഡ്, നമ്മൾ അതിൻ്റെ അറ്റത്തോട്ട് ആ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ലോഡ് ഏത് ടൈപ്പാണ്, എ സി ലോഡാണോ ഡി സി ലോഡാണോ, ഏത് റെസിസ്റ്റീവ് ലോഡാണോ ഇൻഡക്റ്റീവ് ലോഡാണോ, ഏത് ടൈപ്പ് ലോഡാണോ അവിടെ വരുന്നത് എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ മോട്ടോർ പ്രൊട്ടക്ഷൻ ആൻഡ് സേഫ്റ്റി ഓഫ് ദി ഓപ്പറേറ്റർ, മോട്ടറിൻ്റെ പ്രൊട്ടക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ഓപ്പറേറ്ററുടെ സേഫ്റ്റിയും കൂടെ നമ്മൾ നോക്കണം. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്, ഈ സ്റ്റാർട്ടറിൽ തന്നെ ഒരു മെയിൻ പാർട്ടായിട്ട് സ്റ്റാർട്ടറിനകത്ത് പറയുന്നത് അതിൻ്റെ കോണ്ടാക്റ്റേഴ്സാണ്. നമുക്ക് ക്ലോസ് ചെയ്യാനുള്ള, സർക്യൂട്ട് മേക്ക് ചെയ്യാനും ബ്രേക്ക് ചെയ്യാനും ഒക്കെ വേണ്ടി യൂസ് ചെയ്യുന്ന കോണ്ടാക്ടറാണ് അതിൻ്റെ സ്റ്റാർട്ടറിൻ്റെ മെയിൻ പാർട്ടായിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എ സ്വിച്ചിങ് ഡിവൈസ് കേപ്പബിൾ ഓഫ് മേക്കിംഗ്, ക്യാരിയിങ് ആൻഡ് ബ്രേക്കിംഗ് എ ലോഡ് സർക്യൂട്ട് അറ്റ് എ ഫ്രീക്വൻസി ഓഫ് 50 സൈക്കിൾസ് പെർ സെക്കൻഡ് ഓർ മോർ. അതായത് കോണ്ടാക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്വിച്ചിങ് ഡിവൈസാണ്. അതായത് കോണ്ടാക്ട്സ് ക്ലോസ് ചെയ്യുകയും ഓപ്പൺ ചെയ്യുകയും ചെയ്യുമ്പോൾ ആ ലോഡ് സർക്യൂട്ടിനെയും നമ്മുടെ സപ്ലൈനെയും തമ്മിൽ സർക്യൂട്ട് മേക്ക് ചെയ്യാനും, അതായത് സർക്യൂട്ട് ക്ലോസ് ചെയ്യാനും ആ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യാനും അതിലൂടെ കറണ്ട് ക്യാരി ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്വിച്ചിങ് ഡിവൈസാണ് ഇത് കോണ്ടാക്റ്റേഴ്സ് എന്ന് പറയുന്നത്. കോണ്ടാക്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും? 50 സൈക്കിൾസ് പെർ സെക്കൻഡിലോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഫ്രീക്വൻസിയിലാണ് ഏത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? കോണ്ടാക്റ്റേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇറ്റ് മേ ബി ഓപ്പറേറ്റഡ് ബൈ ഹാൻഡ്, അതായത് മെക്കാനിക്കൽ ഓപ്പറേറ്റഡ് കോണ്ടാക്റ്റേഴ്സ് ഉണ്ടായിരിക്കും നമ്മൾ ഹാൻഡ് ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഉണ്ടാവുമായിരിക്കും. ന്യൂമാറ്റിക് ഉണ്ടാവും. ന്യൂമാറ്റിക് എന്ന് പറയുമ്പം അതിനകത്ത് എയർ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ പ്രഷർ ഉപയോഗിച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രോ ന്യൂമാറ്റിക് റിലേസ്, ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തിട്ട് പിന്നെ ന്യൂമാറ്റിക് പ്രോപ്പർട്ടി വെച്ച് വർക്ക് ചെയ്യുന്ന റിലേസ് ഉണ്ടാവും. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, കോണ്ടാക്റ്റേഴ്സിൽ മെയിനായിട്ടുള്ള അതിൻ്റെ പാർട്സ് എന്തൊക്കെയാണ്? കോണ്ടാക്റ്റേഴ്സിൽ മെയിൻ കോണ്ടാക്ട്സ് ഉണ്ടാവും, ഓക്സിലറി കോണ്ടാക്ട്സ് ഉണ്ടാവും, നോ വോൾട്ട് കോയിൽ ഉണ്ടാവും. ഇതാണ് ഒരു കോണ്ടാക്റ്റേഴ്സിൻ്റെ 3 മെയിൻ പാർട്സ് ആയിട്ട് പറയുന്നത്. നമുക്ക് ഫിഗറിനകത്ത് കോണ്ടാക്റ്ററിൻ്റെ ഫിഗർ കാണിച്ചിട്ടുണ്ട്. അതിൽ പ്രൊട്ടക്റ്റീവ് ഹൗസിംഗ് എന്ന് പറഞ്ഞ് പുറത്ത് പ്രൊട്ടക്റ്റീവ് ഹൗസിംഗ് ഉണ്ടാവും. പിന്നെ കോണ്ടാക്ട് സപ്പോർട്ട് ഉണ്ട്. അതിനകത്ത് സൈഡിൽ കാണിച്ചിട്ടുണ്ട് 1ഉം 2ഉം, അതായത് കുറേ കോണ്ടാക്ട്സ് പ്രൊവൈഡ് ആണ്. അതിൽ 1ഉം 2ഉം 3ഉം 4ഉം അതുപോലെ 5ഉം 6ഉം തമ്മിലുള്ളത് ഫിക്സഡ് കോണ്ടാക്റ്റാണ്, ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. 13, 14 അതുപോലെ 21, 22 പിന്നെ 23, 24 ഇതൊക്കെ നമ്മൾ ഒരു സൈഡിൽ കാണുന്നതാണ്. 1ഉം 3ഉം 5ഉം 23ഉം 13ഉം മാത്രമേ നമുക്ക് ഈ സൈഡിൽ കോണ്ടാക്ട്സിൻ്റെ ലീഡ് കാണാനുള്ളൂ. നേരെ ഓപ്പോസിറ്റ് സൈഡിൽ കറസ്പോണ്ടിങ് ആയിട്ട് 2ഉം 4ഉം 6ഉം എല്ലാം പ്രൊവൈഡഡ് ആണ്. ഇപ്പോൾ 23, 24, 21, 22 ആൻഡ് 13, 14 എല്ലാം എന്താണ്? അതും ഫിക്സഡ് കോണ്ടാക്റ്റ് ആണ്. ഇനി ഇതിനകത്ത് എക്സ് ഈസ് മൂവിങ് മെയിൻ കോണ്ടാക്റ്റ്. എക്സ് എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളതാണ് എന്ത്? മെയിൻ മൂവിങ് കോണ്ടാക്ട്സ് വരുന്നത്. വൈ ഈസ് മൂവിങ് ഓക്സിലറി കോണ്ടാക്റ്റ്. വൈ എന്ന് പറയുന്നത് മൂവിങ് ഓക്സിലറി കോണ്ടാക്റ്റ് ആണ്. 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം ഒക്കെ തമ്മിലുള്ളത്, അതുപോലെ 13, 14, 21, 22, 23, 24 ഒക്കെ ഫിക്സഡ് കോണ്ടാക്ട്സ് ആണ്, അതൊന്നും മൂവ് ചെയ്യുന്നില്ല. എക്സും വൈയും ആണ് ഇവിടെ മൂവിങ് കോണ്ടാക്ട്സ് വരുന്നത്. 13, 14 ആൻഡ് 23, 24 ആർ നോർമലി ഓപ്പൺ കോണ്ടാക്ട്സ്. 13ഉം 14ഉം തമ്മിലുള്ള കണക്ഷനും അതുപോലെ 23ഉം 24ഉം തമ്മിലുള്ള കണക്ഷനും നോർമലി ഓപ്പൺ ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. ആൻഡ് 21, 22 ആർ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്ട്സ്. 21ഉം 23ഉം തമ്മിൽ 21ഉം 22ഉം തമ്മിലുള്ളത് നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടാക്ട്സും ആണ്.
മാഗ്നറ്റിക് കോയിലിൻ്റെ ഫിഗർ താഴെ കാണിച്ചിട്ടുണ്ട്. ആർമേച്ചർ യോക്ക്, ഒരു ആർമേച്ചർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആർമേച്ചറിൻ്റെ യോക്കാണ്. റീസെറ്റ് സ്പ്രിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവിടെ. ടു റിട്ടേൺ ദ ആർമേച്ചർ ആൻഡ് ദ മൂവിങ് കോണ്ടാക്ട്സ് ദർ നോർമൽ റീസെറ്റ് പൊസിഷൻ. നമ്മൾ റിലേ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ റീസെറ്റ് സ്പ്രിങ്ങുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബട്ടൺ നമ്മൾ റീസെറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ആ പൊസിഷനിലേക്ക് എത്താനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പ്രിങ് യൂസ് ചെയ്യണത്. അല്ല മൂവിങ് കോണ്ടാക്ട്സ് ഉണ്ടാവും. സപ്പോർട്ട് ഫോർ ദി യോക്കിൻ്റെ സപ്പോർട്ട് ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫംഗ്ഷൻ നോക്കാം. ടു ഫോം ദി സ്റ്റാർട്ടർ ഫംഗ്ഷൻ, കോണ്ടാക്റ്റേഴ്സ് ഹാസ് ടു ബി ഓപ്പറേറ്റ് അലോങ് വിത്ത് ഫ്യൂസ്ഡ് സ്വിച്ചസ്. ICTP സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. പുഷ് ബട്ടൺ സ്റ്റേഷൻ ആൻഡ് ഓവർ കറണ്ട് റിലേ. ഒരു സ്റ്റാർട്ടർ നമുക്ക് ഫംഗ്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റേഴ്സിന് ഒറ്റയ്ക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ കോണ്ടാക്റ്റേഴ്സിൻ്റെ കൂടെ എന്തെല്ലാം വേണം? ICTP ഫ്യൂസ്ഡ് സ്വിച്ചസ് വേണം. പുഷ് ബട്ടൺ സ്റ്റേഷൻ, മോട്ടോർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ വേണ്ടി നമുക്കൊരു പുഷ് ബട്ടൺ സ്റ്റേഷൻ വേണം. സ്റ്റാർട്ട് ബട്ടണും അതുപോലെ സ്റ്റോപ്പ് ബട്ടണൊക്കെ ഉള്ളൊരു പുഷ് ബട്ടൺ സ്റ്റേഷൻ വേണം. ഓവർ കറണ്ട് റിലേ വേണം. ഓക്സിലറി കോണ്ടാക്ട്സ് ക്യാരി ലെസ് കറണ്ട് ദാൻ ദ മെയിൻ കോണ്ടാക്ട്സ്. നമ്മൾ ഓക്സിലറി കോണ്ടാക്ട്സും ഉണ്ട്, മെയിൻ കോണ്ടാക്ട്സും ഉണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് ഓക്സിലറി കോണ്ടാക്ട്സ് എപ്പോഴും മെയിൻ കോണ്ടാക്ട്സിനേക്കാളും കുറഞ്ഞ കറണ്ട് മാത്രമേ ക്യാരി ചെയ്യുള്ളൂ. ഇനി ഫങ്ഷണൽ ഡിസ്ക്രിപ്ഷൻ നോക്കാം. അതിൻ്റെ പവർ സർക്യൂട്ടും ഉണ്ട്, അതുപോലെ കൺട്രോൾ സർക്യൂട്ടും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി പവർ സർക്യൂട്ട് നമ്മൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ പവർ സർക്യൂട്ട്. നമുക്കറിയാം സമയാലെ L1 L2 L3 UVW സപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരെ ICTP സ്വിച്ച് വഴി, ഫ്യൂസ്ഡ് ICTP സ്വിച്ച് വഴി താഴേക്ക് കണക്ഷൻ എടുത്തിട്ടുണ്ട്. അത് പിന്നെ നമ്മുടെ കോണ്ടാക്ടർ K1 എന്ന് പറയുന്ന K1 കോണ്ടാക്ടറിലൂടെ ഓവർലോഡ് റിലേ വഴിയാണ് നമ്മൾ മോട്ടറിലേക്ക് എത്തുന്നത്. ദ മെയിൻ ICTP സ്വിച്ച് ഈസ് ക്ലോസ്ഡ് ആൻഡ് ദ കോണ്ടാക്ടർ K1 ഈസ് ഓപ്പറേറ്റഡ്. മെയിൻ ICTP സ്വിച്ച് ക്ലോസ് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ടർ K1 ഓപ്പറേറ്റ് ചെയ്യും. ഓൾ ദ 3 വൈൻഡിങ്സ് UVW ഓഫ് ദി മോട്ടർ ആർ കണക്റ്റഡ് ടു ദ സപ്ലൈ ടെർമിനൽസ് RYB വയാ ദ ICTP സ്വിച്ച് കോണ്ടാക്ടർ ആൻഡ് ദി ഓവർലോഡ് റിലേ. ഓവർലോഡ് റിലേയിലൂടെയും കോണ്ടാക്ടറിലൂടെയും ICTP സ്വിച്ചിലൂടെയും നമ്മളെ മോട്ടറിൻ്റെ എല്ലാ വൈൻഡിങ്സും സപ്ലൈ വൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ സപ്ലൈയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓവർലോഡ് കറണ്ട് റിലേ പ്രൊട്ടക്ട്സ് ദ മോട്ടർ ഫ്രം ദി ഓവർലോഡ്. എന്തെങ്കിലും ഓവർലോഡ് ഉണ്ടാകുന്ന കേസിൽ നമ്മുടെ ഓവർലോഡ് റിലേ ആണ് എന്ത് ചെയ്യുന്നത്? മോട്ടറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. The fuses F1, F2, F3 protects the motor circuit in the event of face-to-face or face-to-face ഷോർട്ട് സർക്യൂട്ടോ, ഫേസ് ടു ഫ്രെയിം ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ എന്തെങ്കിലും ഫേസ് ടു ഫേസ് അല്ലെങ്കിൽ ഫേസ് മുതലും ഫ്രെയിമിലേക്കോ ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാകുന്ന സമയത്ത് മോട്ടോർ സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? ഓരോ ലൈനിലും നമ്മൾ വെച്ചിട്ടുള്ള F1, F2, F3 എന്ന് പറയുന്ന ഫ്യൂസസ് ആണ്. ഇനി കൺട്രോൾ സർക്യൂട്ട്. കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പവർ സർക്യൂട്ടിനകത്ത് സപ്ലൈ എങ്ങനെ വരുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. ഇനി കൺട്രോൾ സർക്യൂട്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, ഇതിൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ നടക്കുന്നത് എങ്ങനെയാണ് എന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ പുഷ് ബട്ടൺ ആക്ച്വേഷൻ ഫ്രം വൺ ഓപ്പറേറ്റിംഗ് ലൊക്കേഷൻ. ഒരു ഓപ്പറേറ്റിംഗ് ലൊക്കേഷനിൽ നമുക്ക് പുഷ് ബട്ടൺ ആക്ച്വേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കൺട്രോൾ സർക്യൂട്ടാണ്. അപ്പോൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്സ് ആയിട്ട് ഓൺ പുഷ് ബട്ടൺ ഈസ് പ്രസ്ഡ്. നമ്മൾ ഓൺ പുഷ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സർക്യൂട്ട് ക്ലോസ് ചെയ്യും. കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ചെയ്യും. കോണ്ടാക്ടർ K1 ക്ലോസ് ചെയ്യും. പിന്നെ ഓക്സിലറി കോണ്ടാക്ട്സ് 13 and 14 ഈസ് ആക്ച്വേറ്റഡ്. നമുക്ക് ഫിഗർ വെച്ച് നോക്കാം. ഈ ഫിഗറിലേക്ക് നോക്കാം. ഇതിനകത്ത് നമ്മൾ S3 എന്ന് പറയുന്നതാണ് നമ്മളെ പുഷ് ബട്ടൺ സ്റ്റേഷനിൽ. S2ഉം S3യും കൊടുത്തിട്ടുണ്ട്. S2 ആണ് ഓഫ്, S3 ഓൺ ആണ്. ഓൺ ബട്ടൺ നമ്മൾ S3 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 3ഉം 4ഉം തമ്മിൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരിട്ട് കണക്ഷൻ പിന്നെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ആവും. കൺട്രോൾ സർക്യൂട്ട് ക്ലോസ് ആവും. കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ആവും. റൈറ്റ് സൈഡിൽ തന്നെ കാണിച്ചിട്ടുള്ള കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ആവും. കോണ്ടാക്ടർ കോയിൽ എനർജൈസ്ഡ് ആയി കഴിഞ്ഞാൽ ആ കോണ്ടാക്ടർ എന്ത് ചെയ്യും? ക്ലോസ് ആവും. 1ഉം 2ഉം 3ഉം 4ഉം 5ഉം 6ഉം തമ്മിലെല്ലാം കോണ്ടാക്ട്സ് ക്ലോസ് ആവും. കോണ്ടാക്ട്സ് ക്ലോസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്ന പുഷ് ബട്ടൺ ഓൺ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്താണ് ഈ സർക്യൂട്ട് കൺട്രോൾ സർക്യൂട്ട് ക്ലോസ് ആവുന്നതും കോണ്ടാക്ടർ കോയിൽ എനർജൈസ് ആവുന്നതും നമ്മുടെ K1 കോണ്ടാക്ടർ ക്ലോസ് ചെയ്യുന്നതും. K1 കോണ്ടാക്ടറും ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഇനി 23ഉം 24ഉം 13, 14 അതുപോലെ 21, 22 എന്നുള്ള കോണ്ടാക്ട്സും കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 21, 22 എന്താണ്? നോർമലി ക്ലോസ്ഡ് ആണ്. 13, 14 ഓപ്പൺ കോണ്ടാക്റ്റ് ആണ്. നോർമലി ഓപ്പൺ ആയിട്ടുള്ള 13, 14 കോണ്ടാക്റ്റ് എന്ത് ചെയ്യും? ക്ലോസ്ഡ് ആവും.
13-14 കോണ്ടാക്റ്റ് ആണ് നമ്മുടെ ഓക്സിലറി കോണ്ടാക്റ്റ് എന്ന് പറയുന്നത്. അതായത് സ്റ്റാർട്ട് ബട്ടൺ S3 ഓൺ ബട്ടണിന് പാരലായിട്ടൊരു കണക്ഷൻ ഏത് പ്രൊവൈഡ് ചെയ്യും? 13-14 ഓക്സിലറി കോണ്ടാക്റ്റ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ ഓക്സിലറി കോണ്ടാക്റ്റ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുഷ് ബട്ടണിന് സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന് കൈ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബട്ടൺ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും എന്ത് സംഭവിക്കില്ല? കോണ്ടാക്ടർ K1 ഡീഎനർജൈസ്ഡ് ആവില്ല. കാരണം 13-14 തമ്മിൽ ഒരു കണക്ഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. മോട്ടർ റൺ ചെയ്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പുഷ് ബട്ടണിൽ നിന്നും കൈ എടുത്തു കഴിഞ്ഞാലും ഇത് പ്രസ് ചെയ്ത ബട്ടണിൽ നമ്മൾ കൈ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും സപ്ലൈ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓക്സിലറി കോണ്ടാക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഫ് ദിസ് നോർമലി ഓപ്പൺ കോണ്ടാക്ട് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ വിത്ത് S3 ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ സെൽഫ് ഹോൾഡിംഗ് ഓക്സിലറി കോണ്ടാക്ട്. പാരലലി S3 ആയിട്ട് പാരലൽ കണക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ നോർമലി ഓപ്പൺ കോണ്ടാക്റ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? സെൽഫ് ഹോൾഡിംഗ് ഓക്സിലറി കോണ്ടാക്റ്റ് എന്ന് വിളിക്കുന്നത്. ആഫ്റ്റർ S3 ഈസ് റിലീസ് ദ കറണ്ട് ഫ്ലോസ് വയ ദ സെൽഫ് ഹോൾഡിംഗ് കോണ്ടാക്റ്റ് 13-14 ആൻഡ് ദ കോണ്ടാക്റ്റ് റിമെയിൻസ് ക്ലോസ്ഡ്. S3 നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും സെൽഫ് ഹോൾഡിംഗ് കോണ്ടാക്ട്സ് ആയിട്ടുള്ള 13-14 സപ്ലൈ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും ആൻഡ് ദ കോണ്ടാക്റ്റ് റിമെയിൻസ് ക്ലോസ്ഡ്. ടു ഓപ്പൺ ദി കോണ്ടാക്ടർ S2 മസ്റ്റ് ബി ആക്ച്വേറ്റഡ്. കോണ്ടാക്ടർ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? S2 ഓപ്പറേറ്റ് ചെയ്യണം. അതായത് ഓഫ് സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ കോണ്ടാക്ടർ ഓപ്പൺ ആവുകയുള്ളൂ. ഇഫ് S3 ആൻഡ് S2 ആർ ആക്ച്വേറ്റഡ് സൈമൾട്ടേനിയസ്ലി ദ കോണ്ടാക്ടർ ഇസ് അൺഎഫക്റ്റഡ്. S3യും S2യും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്താലും പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഫിഗറിൽ താഴെ കാണിച്ചിട്ടുണ്ട്, ലൈൻ ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ലൈൻ സപ്ലൈന്ന് ഫ്യൂസ് വഴി S2 ഓഫ് ബട്ടൺ വഴി നമ്മൾ എന്ത് ചെയ്തു? S3 ഓൺ സ്വിച്ച് വഴി ഓവർലോഡ് റിലേയിൽ നിന്നും K1 അത് കോണ്ടാക്ടർ കോയിലിലേക്ക് കണക്ഷൻ കൊടുത്തു. അവിടെ നിന്ന് നമ്മൾ മോട്ടറിലേക്ക് കണക്ഷൻ കൊടുക്കും. 13-14 K1 കോണ്ടാക്ടറിൻ്റെ 13-14 ഓക്സിലറി കോണ്ടാക്റ്റ് ഓൺ ബട്ടണ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഓവർലോഡ് പവർ സർക്യൂട്ടിൽ വരുവാണെങ്കിൽ ഇൻ ദ ഇവൻറ്റ് ഓഫ് ഓവർലോഡ്സ് ഇൻ ദ പവർ സർക്യൂട്ട് ദ നോർമലി ക്ലോസ്ഡ് കോണ്ടാക്റ്റ് 95-96 ഓഫ് ഓവർലോഡ് റിലേ ഓപ്പൺസ്. ഓവർലോഡ് റിലേയുടെ 95-96 തമ്മിൽ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. 95-96 തമ്മിൽ ഓവർലോഡ് റിലേൻ്റെ നോർമലി ക്ലോസ്ഡ് ആയിട്ടുള്ള കോണ്ടാക്ട്സ് ആണ്. റൈറ്റ് സൈഡിൽ കാണാം കോണ്ടാക്ടർ കോയിൽ K1ൻ്റെ റൈറ്റ് സൈഡിലായിട്ട് 95-96 തമ്മിൽ ഓവർലോഡ് റിലേ നോർമലി ക്ലോസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഓവർലോഡ് കറണ്ട് വന്നു കഴിഞ്ഞാൽ ആ കോണ്ടാക്റ്റ് എന്തായും? നോർമലി ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്ന 96-95 കോണ്ടാക്റ്റ് ഓപ്പൺ ആവും. അങ്ങനെ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ മോട്ടറിലേക്ക് സപ്ലൈ വരില്ല. അവിടെ ആ സർക്യൂട്ട് എന്താവും? ബ്രേക്ക് ആവും. സ്വിച്ച് ഓഫ് ദി കൺട്രോൾ സർക്യൂട്ട് ആൻഡ് K1 സ്വിച്ചസ് ഓഫ് ദ മോട്ടോർ സർക്യൂട്ട്. ഇനി 95-96ഉം ഇപ്പോൾ നമ്മൾ ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അത് ഓപ്പൺ ആയിട്ട് തന്നെ ഇരിക്കും. ഡ്യൂ ടു ദ ആക്ടിവേഷൻ ഓഫ് ദ ഓവർലോഡ് റിലേ വർക്ക് ആവുന്നത് കൊണ്ടാണ് നമ്മൾ 95-96 കോണ്ടാക്റ്റ് ഓപ്പൺ ആയി പോകുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്ന S3 സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുഷ് ബട്ടൺ സ്വിച്ച് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മോട്ടർ എന്ത് ചെയ്യില്ല? വർക്കാവില്ല. ഇനി മോട്ടർ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ റിലേയുടെ ഓവർലോഡ് റിലേ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള റീസെറ്റ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യണം. റീസെറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മൾ 96-95 കോണ്ടാക്റ്റ് വീണ്ടും ക്ലോസ്ഡ് ആവും. അങ്ങനെ ആയാൽ മാത്രമേ വീണ്ടും നമുക്ക് പഴയതുപോലെ റീസെറ്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ? വീണ്ടും മോട്ടറിനെ S3 ഓൺ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്യിക്കാൻ പറ്റുള്ളൂ. ഇനി പുഷ് ബട്ടൺ ആക്ച്വേഷൻ ഫ്രം 2 ഓപ്പറേറ്റിംഗ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് ലൊക്കേഷൻ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി 2 ഓപ്പറേറ്റിംഗ് ലൊക്കേഷൻ, അത് റിമോട്ട് കൺട്രോൾ ആവശ്യമായിട്ട് വരുന്ന സമയത്താണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറുള്ളത്. പുഷ് ബട്ടൺ ഷുഡ് ബി കണക്റ്റഡ് ഇൻ സീരീസ്. നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ലൈൻ ഡയഗ്രത്തിനകത്ത് 2 ഓഫ് ബട്ടൺ. നേരത്തെ ഒരു ഓഫ് ബട്ടൺ ആയിരുന്നു, ഇവിടെ 2 ഓഫ് ബട്ടൺ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 2 പുഷ് ബട്ടൺസ് പാരലായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ട്. If either of the 2 on push buttons is actuated, K1 is energized. ഏതെങ്കിലും ഒരു ഓൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഓൺ ചെയ്ത് കഴിഞ്ഞാലും K1 എനർജൈസ്ഡ് ആയിരിക്കും. നോർമലി ഓപ്പൺ കോണ്ടാക്റ്റ് ആയിട്ടുള്ള 13-34 എന്ത് ചെയ്യും? ക്ലോസ്ഡ് ആവും. കോണ്ടാക്ടർ K1ൻ്റെ ഓക്സിലറി കോണ്ടാക്ട്സ് ക്ലോസ്ഡ് ആവും. അവിടെ സപ്ലൈ ക്ലോസ് ചെയ്യും. ഇനി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐദർ ഓഫ് 2 ഓഫ് പുഷ് ബട്ടൺസ് ഈസ് ആക്ച്വേറ്റഡ് ദ കോണ്ടാക്ടർ ഓപ്പൺസ്. ഏതെങ്കിലും ഒരു ഓഫ് ബട്ടണ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും സ്വിച്ച് എന്ത് ചെയ്യും? ഓപ്പൺ ആവും. കോണ്ടാക്ടർ ഓപ്പൺ ആവും, സർക്യൂട്ട് ബ്രേക്ക് ആവും. ഇതാണ് അതിൻ്റെ ഫിഗർ കാണിച്ചിട്ടുള്ളത്. നമുക്ക് നേരത്തെ കാണിച്ചതിൽ നിന്നും വ്യത്യാസമായിട്ട് പുഷ് ബട്ടൺ സ്റ്റേഷനിൽ 2 ഓഫ് ബട്ടണും കാണാം, 2 ഓൺ ബട്ടണും കാണാം. പുഷ് ബട്ടൺ സ്റ്റേഷൻ
1 ഉണ്ട്, പുഷ് ബട്ടൺ സ്റ്റേഷൻ 2 ഉണ്ട്. പുഷ് ബട്ടൺ സ്റ്റേഷൻ 1-നകത്ത് 1ഉം 2ഉം 3ഉം 4ഉം രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഓഫ് ബട്ടൺ ഒരെണ്ണം, ഓൺ ബട്ടൺ ഒരെണ്ണം. അതേപോലെ തന്നെ പുഷ് ബട്ടൺ സ്റ്റേഷൻ 2ലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് കുറച്ച് ടേംസ് പറയുന്നത് ട്രിപ്പിംഗ് ഓഫ് സ്റ്റാർട്ടേഴ്സ്. എ സ്റ്റാർട്ടർ മേ ട്രിപ്പ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. ഒരു സ്റ്റാർട്ടർ ട്രിപ്പ് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നുകിൽ ലോ വോൾട്ടേജ് ഓർ ഫെയിലിയർ ഓഫ് ദ പവർ സപ്ലൈ. ലോ വോൾട്ടേജ് വരിക അല്ലെങ്കിൽ പവർ സപ്ലൈ ഫെയിൽ ആവുകയാണെന്നുണ്ടെങ്കിലാണ് സാധാരണ സ്റ്റാർട്ടർ ട്രിപ്പായി പോവുക. അല്ലെങ്കിൽ പെർസിസ്റ്റൻറ്റ് ഓവർലോഡ് ഓൺ ദ മോട്ടർ, മോട്ടറിൻ്റെ മേലെ കണ്ടിന്യൂസ് ആയിട്ട് ഓവർലോഡ് തന്നെ വരികയാണെങ്കിലും സ്റ്റാർട്ടർ ട്രിപ്പായി പോകും. ഇനി നോ വോൾട്ട് കോയിൽ കൺസിസ്റ്റ് ഓഫ് ജനറലി മോർ നമ്പർ ഓഫ് ടേൺസ് ഓഫ് തിൻ ഗേജ് ഓഫ് വയർ. നമ്മൾ നോ വോൾട്ട് കോയിലിൻ്റെ കാര്യം പറഞ്ഞു. കോണ്ടാക്ടറിൻ്റെ നോ വോൾട്ട് കോയിലിൽ സാധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? തിക്നെസ് കുറഞ്ഞിട്ടുള്ള, അതായത് തിൻ ഗേജിലുള്ള ഒരു വയറുകൾ ടേൺസ് കൂടുതലായിരിക്കും. തിൻ ഗേജിലുള്ള വയറിൻ്റെ നമ്പർ ഓഫ് ടേൺസ് കൂടുതലായിട്ടായിരിക്കും ആ കോയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവുക? വൈൻഡ് ചെയ്തിട്ടുണ്ടാവുക. ദെൻ കോയിൽ വോൾട്ടേജസ്. സെലക്ഷൻ ഓഫ് ദ കോയിൽസ് ഡിപ്പെൻസ് ഓൺ ദി ആക്ച്വൽ സപ്ലൈ വോൾട്ടേജ് അവൈലബിൾ. സാധാരണഗതിയിൽ അവൈലബിൾ ആയിട്ടുള്ള സപ്ലൈ വോൾട്ടേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആക്ച്വൽ സപ്ലൈ വോൾട്ടേജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കോയിൽസ് സെലക്ട് ചെയ്യാറുള്ളത്. എ വൈഡ് വെറൈറ്റി ഓഫ് കോയിൽ വോൾട്ടേജ് ലൈക്ക് 24 വോൾട്ട്, 40 വോൾട്ട്, 110 വോൾട്ട്, 220 വോൾട്ട്, 230/250 ആൻഡ് 380 ആൻഡ് 400/440, അങ്ങനെ പല വെറൈറ്റി ഓഫ് അല്ലെങ്കിൽ വൈഡ് വെറൈറ്റി ഓഫ് കോയിൽ വോൾട്ടേജസ് അവൈലബിൾ ആണ്. ഡി സിയും അതുപോലെ എ സിയുടെ കേസിലാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഡി സിയും അതുപോലെ അവൈലബിൾ ആണ് ആസ് സ്റ്റാൻഡേർഡ് ഫോർ ദി കോണ്ടാക്ടേഴ്സ് ആൻഡ് സ്റ്റാർട്ടേഴ്സ്.